KSRTC ബഡ്ജറ്റ് ടൂറിസത്തിലേക്ക് എല്ലാ സുന്ദരന്മാരെയും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതെ ഫ്രണ്ട്സ്, ഇപ്പം നിങ്ങൾ കേട്ടതുപോലെ KSRTCയുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയായിട്ടുള്ള ഉല്ലാസയാത്രയ്ക്കാണ് ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുന്നത്. KSRTCയുടെ വിവിധ ഡിപ്പോകളിൽ നിന്നായി ഇതുപോലുള്ള മനോഹരവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായിട്ടുള്ള യാത്രകൾ ഇപ്പോൾ KSRTC സംഘടിപ്പിക്കുന്നുണ്ട്. എനിവേ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് തൃശ്ശൂർ ഡിപ്പോയിൽ നിന്നായിരുന്നു. പുലർച്ചെ 5:20 ഞങ്ങൾ യാത്ര ആരംഭിച്ചു. തുടർന്ന് ഞങ്ങളുടെ ഇന്നത്തെ സാരഥികളായിട്ടുള്ള രാജേഷ് ഏട്ടനും രമേശ് ഏട്ടനും ഞങ്ങളെ സ്വാഗതം ചെയ്തു. പിന്നീട് അവർ തന്നെ നമുക്ക് പരസ്പരം പരിചയപ്പെടാനൊക്കെ ഉള്ള ഒരു സെക്ഷനൊക്കെ അവർ അറേഞ്ച് ചെയ്തു. അതോടൊപ്പം KSRTC ആണെന്ന് കരുതി അടിച്ചു പൊളിക്കൊന്നൊരു കുറവില്ല കേട്ടോ. പാട്ട് വരെ വണ്ടിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പാട്ട് വെച്ച് തുള്ളലും അതുപോലെ എന്താ പറയുക, നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പ് എന്ന് കൂടി നമുക്ക് പറയാം. ഞങ്ങളൊരു 5 പേര് മാത്രമാണ് ഞങ്ങൾക്ക് പരസ്പരം പരിചയമുള്ളവരുണ്ടായിരുന്നത്. പിന്നെ തൃശ്ശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളായിരുന്നു നമ്മളൊപ്പം യാത്രയിലുണ്ടായിരുന്നത്. അപ്പോൾ അവരെയൊക്കെ പരിചയപ്പെടാനും അവർക്കൊപ്പം സമയം സ്പെൻഡ് ചെയ്യാനും അടിച്ചു പൊളിക്കാനും, അത് തന്നെയാണ് മെയിൻ കാര്യം, അടിച്ചു പൊളിക്കാനും സാധിച്ചു. അങ്ങനെ ഒരു 7:30 കൂടി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഒരു 8:00 കൂടി ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മനോഹരമായ വെള്ളച്ചാട്ടം, ചിയാപ്പാറ വെള്ളച്ചാട്ടം, അവിടെ ഞങ്ങൾ എത്തിച്ചേർന്നു. നല്ല വിഷ്വൽ തന്നെയായിരുന്നു. മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വന്ന് അടിപൊളി ഫോട്ടോയ്ക്കൊക്കെ പറ്റിയ ഒരു അടിപൊളി സ്പോട്ട് തന്നെയായിരുന്നു. അതും കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ട്രിപ്പ് അങ്ങോട്ട് ഓണായി. പിന്നെ പാട്ടും കൂത്തൊക്കെ ആയിട്ട് എല്ലാവരും അങ്ങോട്ട് ഒന്നിച്ച് അടിച്ചു പൊളിച്ചുകൂട്ടാ. പഞ്ചസാര വാക്ക് കൊണ്ടൻ നെഞ്ച് തളരണ് വന്ന പെണ്ണ് നീ അനുപല്ലവി സ്വരം അരിയിടിച്ചു പൊടി വറുത്തു വിട്ടു ചുട്ട കേരളം, അരിയിടിച്ചു പൊടി വറുത്തു വിട്ടു ചുട്ട കേരളം, പുഴ കടന്ന് ചുരലിനായി പോയി കഴിഞ്ഞ് ചെറിയ പെണ്ണെ. ഇപ്പം മനസ്സിലായില്ലേ, പല ഭാഗത്തുനിന്ന് വന്നവരാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒരു വീട്ടുകാരായിട്ടാണ് ഇപ്പോൾ നമ്മളിതിൽ പോയിക്കൊണ്ടിരിക്കണേ. ഏത് എല്ലാവരുടെയും വികാരം ഒന്നുള്ളൂ, യാത്ര ചെയ്യുക, സുഖമായി എൻജോയ് ചെയ്തിരിക്കുക. ആ ഒരു വികാരത്തോടു കൂടി വന്നിട്ടുള്ളതാണ് ഈ ഒരു യാത്രയിലുള്ള എല്ലാവരും. അങ്ങനെ ഇടയ്ക്കിറങ്ങി ക്ഷീണം മാറ്റാൻ ചെറിയ ചായയൊക്കെ കുടിക്കും. അതുപോലെ ചില നല്ല സ്പോട്ടുകൾ കാണുമ്പോൾ അവിടെ ഒന്ന് വണ്ടി ഒതുക്കും. അങ്ങനെയൊക്കെയായി നമ്മുടെ യാത്ര നല്ല രീതിയിൽ അടിപൊളി ക്ലൈമറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ മൂന്നാറിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മൂന്നാറിലേക്കല്ല നമ്മൾ മെയിനായിട്ട് പോകുന്നത്. നമ്മൾ പോകുന്ന സ്ഥലം ഇപ്പോഴും സർപ്രൈസാണ്. ഒരുപക്ഷെ നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കും. എനിവേ ഓർക്കുമ്പോൾ ചെറിയ സങ്കടം ഉണ്ടെങ്കിലും ഈ ഒരു നാടിനെ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും ഉചിതം ഇത് തന്നെയാണ്. അതെ, അവൻ്റെ മരണത്തിലൂടെയാണ് ഞാനും നിങ്ങളുമെല്ലാം ഈ നാടിനെ കൂടുതൽ അടുത്തറിഞ്ഞത്. അഭിമന്യു, വട്ടവടയുടെ സ്വന്തം അഭിമന്യു. സ്ഥലം പറയാതെ പറഞ്ഞു, വട്ടവടയാണ് സ്ഥലം. അപ്പോൾ അങ്ങോട്ടേക്കാണ് നമ്മുടെ യാത്ര. ഫൈനലി നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിലെത്തിയിരിക്കുകയാണ്. പക്ഷേ ഇവിടെ ഞങ്ങൾക്ക് ഇറങ്ങാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. ചതിച്ചതാ, മഴ ചതിച്ചതാ, വേറൊന്നുമല്ല. യാത്രയിലെ ഗൈഡായിട്ടുള്ള രാജേഷേട്ടൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങാന്നുള്ളത്. പക്ഷെ ഡാമിൽ ആരും ഇറങ്ങിയില്ല. അത് കഴിഞ്ഞ് എക്കോ പോയിന്റിലെത്തിയപ്പോൾ ചിലരിറങ്ങി, മറ്റു ചിലർക്ക് കാലൊക്കെ കഴുകണം എന്നുള്ള ചില ആശകളും. അതെന്തേലും ആവട്ടെ. അത് കഴിഞ്ഞ് ഒന്ന് മഴ അങ്ങോട്ട് തുറന്നപ്പോൾ വേഗം നമ്മൾ ഫുഡ് അടി എന്നുള്ള പരിപാടി നോക്കി. കാരണം ഫുഡ് മുഖ്യം ബിഗിലേ. അപ്പോൾ നല്ല രുചികരമായിട്ടുള്ള ഫുഡ് തന്നെ KSRTC നമുക്കായി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അകത്താക്കി. അപ്പോൾ ചെറിയൊരു ആശ്വാസം. ഏത് അതന്നെ ഫുഡ് മുഖ്യം, അത് തന്നെ. എനിവേ നിങ്ങളിപ്പോൾ കണ്ടത് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷനാണ്.
അപ്പോൾ അവിടെ നിന്ന് നമ്മളിനി നേരെ അങ്ങോട്ട് പോവാണ്, വട്ടവടയിലേക്ക് പോവുകയാണ്. പോകുന്ന വഴി എടുത്തു പറയേണ്ടത് തന്നെയാണ്, ഇരുവശവും അടിപൊളി ഫോറസ്റ്റ് തന്നെയാണ്. അതൊരു കാണേണ്ട കാഴ്ച തന്നെയാണ്. പിന്നെ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്യമൃഗങ്ങളെ സ്പോട്ട് ചെയ്യാം. സോറി, ഞങ്ങൾക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ വട്ടവട എത്തി. ഇവിടെ നമ്മൾ മെയിനായിട്ട് സെലക്ട് ചെയ്തിട്ടുള്ളത് ജീപ്പ് ട്രക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഓരോ ടീമായി തിരിഞ്ഞൊരു 4 ജീപ്പിൽ യാത്ര ആരംഭിച്ചു കേട്ടോ. പോകണ വഴി ഇതാ കണ്ടില്ലേ, അടിപൊളിയാണ്. ഒരു തനി നാടൻ ഗ്രാമം അത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വട്ടവടയിലെ ഈ ഒരു ജീപ്പ് ട്രക്കിങ്ങിൽ നമുക്ക് പ്രധാനമായും 5 സ്പോട്ടുകളാണ് കാണാനായിട്ടുള്ളത്. അതിലിപ്പോൾ ഫസ്റ്റ് സ്പോട്ടാണ് നമുക്ക് ആ ഒരു പർച്ചേസിങ് ഉണ്ടായിരുന്നത്. അത് നാടൻ നല്ല അടിപൊളി ഫ്രഷ് ഫുഡാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ടേസ്റ്റ് ഒന്നല്ല കേട്ടാ, വേറെ ലെവലാ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളൊരു വ്യൂ പോയിന്റിൽ നിന്നു. അവിടെ സ്നാക്സും കാര്യങ്ങളൊക്കെ നമുക്ക് KSRTC തന്നെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സ്ട്രോബെറി തോട്ടത്തിലേക്കാണ് പോയത്. സ്ട്രോബെറി തോട്ടത്തിലെത്തുമ്പോഴേക്ക് ഞങ്ങൾ ചെറുതായിട്ടൊന്ന് ലേറ്റായി, അതുകൊണ്ട് അവിടെ സാധനം മേടിക്കാൻ പറ്റിയില്ല. പിന്നെ വന്നത് ഈ ഒരു വെള്ളച്ചാട്ടം കാണാനാണ്. എൻ്റെ മക്കളെ, പോയതിൽ വെറുത്തായൊരു ഐറ്റം. അയ്യോ, ഇതാ അവിടേക്ക് വന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. വൺ സൈഡ് ഒരു ചെറിയ ചാലാണ്, അതിൻ്റെ ഇപ്പുറത്തെ സൈഡ്, അതായത് എൻ്റെ ഇടത്തെ സൈഡ് നല്ല അത്യാവശ്യം കുഴിയുള്ളൊരു ചെറിയ കൊക്ക. നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവില്ല. അതാ ഒന്നും കൂടി നല്ല സ്ഥലം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, ഈ ഒരു തിണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് വരെ നേരെ നോക്കി നിന്നിട്ടാ, വീഡിയോ പെട്ടോട്ടെ എന്നുള്ളൊരു മൈൻഡിൽ. കാരണം ക്യാമറയിലേക്ക് നോക്കിയാൽ ഞാനും ക്യാമറയും ചിലപ്പോൾ നിലത്ത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കടന്ന് വേണം ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ അങ്ങോട്ട് പോകാൻ. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല, ഇങ്ങോട്ട് വരുമ്പോഴാണ് വീഡിയോ എടുത്തത്. പേടി തന്നെ, വേറൊന്നല്ല. ഇനിവേ ഈ ഒരു ജീപ്പ് ട്രക്കിങ്ങിൻ്റെ സെക്കൻഡ് ലാസ്റ്റ് ലൊക്കേഷനിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഹണി ഗാർഡൻ, അതായത് വട്ടവടയിലെ തന്നെ തേനും മറ്റ് വസ്തുക്കളും എല്ലാം നമുക്ക് ഇവിടുന്ന് കളക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തേൻ ശേഖരിക്കുന്നതിനെ പറ്റിയുള്ള ഒരു ചെറിയ ഡെമോ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് സജ്ജീകരിച്ചിട്ടുണ്ട്. സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് കിട്ടിയതിലേറ്റവും പർച്ചേസ് ചെയ്യാൻ പറ്റിയ മികച്ചൊരു സ്ഥലത്തായിരുന്നു. അപ്പോൾ എന്താ പറയുക, അവിടെ നമ്മൾ അത്യാവശ്യം കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്ത് നേരെ നമ്മൾ വട്ടവടയോട് യാത്ര പറയാൻ പോവുകയാണ്. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ തന്നെയുള്ളൊരു യാത്രയാണ് KSRTC നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ടായിരുന്നത്. വട്ടവട ട്രിപ്പ് പിന്നെ പറയണ്ടല്ലോ, അടിപൊളി ലൊക്കേഷനും അടിപൊളി ആംബിയൻസുമാണ്. ഇതുപോലെ വിവിധ സ്ഥലങ്ങളിലേക്ക് KSRTC ട്രിപ്പുകൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതിൻ്റെ ഭാഗമാവാം. ഇതിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ KSRTCയോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്, ഒന്നും കൂടി മികച്ച നിലവാരമുള്ള വാഹനങ്ങൾ ഒരുക്കാം. കാരണം ഇത് കുറച്ച് പഴയ വണ്ടിയാണ്. അതുപോലെ തന്നെ സൗണ്ട് സിസ്റ്റം അടിപൊളിയാണ്, പക്ഷേ സിസ്റ്റമൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിച്ചാൽ ഈ ഒരു യാത്രയെ നിങ്ങൾക്ക് ഒന്നുകൂടി ക്വാളിറ്റിയുള്ള യാത്രയാക്കി മാറ്റാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. എനിവേ നമ്മൾ രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് ഈ ഒരു യാത്ര ഇവിടെ അങ്ങനെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അതിൻ്റെ ഇടയിലൊരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു ഓർമ്മയ്ക്കായിട്ട് ഏകദേശം ഒരു പുലർച്ചെ 3 മണിയോടുകൂടി നമ്മൾ തിരിച്ച് തൃശ്ശൂർ ഡിപ്പോയിലെത്തി. ഒറ്റ കാര്യം പറഞ്ഞോട്ടെ, ബഡ്ജറ്റ് പൊളിയാതെ നല്ല രീതിയിൽ KSRTC ട്രിപ്പ് നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള മറ്റ് പുതുപുത്തൻ കണ്ടന്റുകളുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ഇറ്റ്സ് മീ ശബരിനാഥ് മൺലി സൈനിങ് ഔട്ട്. ടാറ്റ, ബൈ ബൈ.